ബാല, അരവിന്ദന്റെ കല്യാണത്തിന് അന്യരെ പോലെ ഇരിക്കേണ്ടി വന്നത് ഓർത്തിരിക്കുകയാണോ? എന്തൊക്കെ പറഞ്ഞാലും അവനെന്റെ മൂത്ത മകനല്ലേ, വിഷമില്ലാതിരിക്കോ? നാട്ടുകാരും ബന്ധുക്കളും വന്ന് അവനെ ആശംസകൾ അറിയിച്ച് അനുഗ്രഹിച്ചു പോകുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കാൻ കാരണം എന്താ? ആരുടെ കുഴപ്പ? വിധിയാണോ? അതോ എന്റെ ആഗ്രഹത്തിനൊത്ത് നേരിന്റെ വഴിയിൽ അവൻ നിന്നിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. തള്ളയും മോനും ചേർന്നല്ലേ എല്ലാം ഒപ്പിച്ചു വെച്ചത്. ആലോചിക്കുമ്പോ എനിക്ക് അമ്മാവന്റെ ദേഷ്യം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോഴങ്ങോട്ട് പോകണ്ട, അതാ ആരോഗ്യത്തിന് നല്ലത്. മാഷേ, അരവിന്ദന് ചീഫ് എഞ്ചിനീയറെ തന്നെ കിട്ടിയല്ലോ. അവന്റെ ഒരു യോഗം നോക്കണേ. ഇനി അരവിന്ദനെ പിടിച്ചാ കിട്ടില്ല. മാഷിന് അഭിമാനിക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സുരേഷേ. അവന് എന്തൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? തെക്ക് വടക്ക് നടക്കുന്നവൻ, ഫ്രോഡ്, ഓ ഇനി പറയാത്ത വാക്കുകളില്ല. പക്ഷെ ഇപ്പൊ അവൻ കാരണം അഭിമാനിക്കാൻ ഒരു അവസരമായി. ആർക്കെങ്കിലും കിട്ടുമോ ഇങ്ങനൊരു ഭാഗ്യം? ആകാശിനും ഇതുപോലെ അന്തസ്സുള്ളൊരു പെണ്ണിനെ കിട്ടിയേനെ. അതിനു പകരം ഗതിയില്ലാത്ത പെങ്ങടെ മോളെ കൊണ്ട് കെട്ടിച്ചു. അച്ഛന്റെ വാക്ക് കേട്ട് ആ തുണിക്കച്ചവടക്കാരിയുടെ കഴുത്തിൽ അവൻ താലി കെട്ടി. ഇനി നാട്ടുകാര് ആകാശിനെയല്ല കുറ്റം പറയൂ. ഈ മനുഷ്യന് ഇത് വല്ല മനസ്സിലാവോ? ഒന്ന് മനസ്സിലാക്കി കൊടുക്കന്നെ സുരേഷേ. നമ്മൾ വിചാരിക്കും പോലല്ലോ ഹേമേടത്തി കാര്യങ്ങള്. അരവിന്ദന് രാജയോഗമാ, ആകാശിന് അതില്ലാതെയായിപ്പോയി. രാജയോഗോ? അവനോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് അവനൊരു മണ്ടനായി പോയത്. എന്താ നടക്കുന്നെന്ന് അറിയാതെ താനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷേ, താനൊന്നും പറയണ്ട. ആകാശിന്റെ ആ സ്നേഹനിധിയായ ഭാര്യയെ കിട്ടിയത്. അരവിന്ദന്റെ അവസ്ഥ എന്താവെന്ന് കണ്ടറിയാം. ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? അറിയാതെ പറഞ്ഞു. സുരേഷേ, താനിപ്പോ പോ. അയാളുടെ വായ അടപ്പിക്കാൻ നിങ്ങൾക്ക്. പക്ഷേ നാട്ടുകാർക്കറിയാം സത്യം എന്താന്ന്. എടോ മാഷേ, എന്റെ മകന് ഹൈ സ്റ്റാറ്റസ് ഉള്ള പെണ്ണിനെ കിട്ടിയത് കണ്ടിട്ട് തനിക്ക് സഹിക്കുന്നില്ലല്ലേ? എന്നാ അതിനപ്പുറം ചില കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. തന്റെ മാത്രമല്ല, തന്റെ പെങ്ങടെ മോടെ വാ ഞാൻ അടപ്പിക്കും. എടി അനു, എന്താ അമ്മേ? നിന്റെ കയ്യില് ഞാനൊരു കവർ തന്നിരുന്നില്ലേ? എന്ത് കവറാമേ? ഓ, ഞാൻ ഇവിടെ വന്നപ്പോ റൂമിൽ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു തന്നില്ലേ? അതമ്മ തന്നിരുന്നു, പക്ഷേ ഞാൻ അത് ഇവിടെ എവിടെയോ വെച്ചു. എവിടെയോ വെച്ചെന്നോ? ഓ, നിനക്കൊരു ശ്രദ്ധയില്ല. എല്ലാം തോന്നി പോലെ വലിച്ചെറിഞ്ഞിടും. ഇതെപ്പോഴാണോ? എന്നാലും നീ എവിടെ വെച്ചത്? നോക്കട്ടെ, ധൃതി വെക്കാതെ. ഇതെവിടെ പോയി? അമ്മേ, ദേ കിട്ടി.
ഇത് പാരമ്പര്യമായി കൈമാറി വരുന്ന ആഭരണങ്ങളല്ലേ? ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എടി, നമ്മുടെ കുടുംബത്തിലെ പാരമ്പര്യമായിട്ടുള്ള ആഭരണങ്ങളല്ലേ ആ വീട്ടിലെ മൂത്ത മരുമകൾക്കുള്ളതാ. അമ്മ എന്തീ പറയുന്നേ? ശ്രേയക്ക് കൊടുക്കാൻ പോവാണ് ഇതെല്ലാം? അതെ. അമ്മ വേണ്ട, അച്ഛൻ അറിഞ്ഞ കലാപം ഉണ്ടാവും. പിന്നെ നിന്റെ അച്ഛൻ എന്ത് കലാപം ഉണ്ടാക്കാൻ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. എന്തേലും ചെയ്. ഓ, ചേച്ചി, അമ്മായി ഒരു പെട്ടിയായിട്ട് വരുന്നുണ്ടല്ലോ. അത് പാരമ്പര്യമായിട്ട് കൈമാറുന്ന ആഭരണങ്ങളാ. അത് വലിച്ചു നിനക്കുന്നല്ലേ? നീ അത് വേണ്ടെന്ന് പറഞ്ഞു നിന്റെ അമ്മായി ഏൽപ്പിച്ചു. ഇപ്പൊ മനസ്സിലായി, വല്യമ്മ അടുത്ത പ്രശ്നത്തിനുള്ള തയ്യാറെടുപ്പില്ല. ബാല, ദേ നോക്കി. ആന്റി എന്താ കൊണ്ടുവരുന്ന അരവിൻ? അത് അമ്മാനെ പറയും. അതെ, ആ മൈക്കൊന്ന് തരണേ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരോടും നന്ദി പറയുകയാണ്. എന്റെ മൂത്ത മകൻ അരവിന്ദ് ജീവിതം തുടങ്ങുകയാണ്. വധു ശ്രേയ രാജേശ്വരി PWD ചീഫ് എഞ്ചിനീയർ ആണ്. എന്റെ 2 ആൺമക്കളിൽ അരവിന്ദിന് നല്ലൊരു ജീവിതം കിട്ടാൻ പോവാ ശ്രേയ മോളിലൂടെ.